ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSCയിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ കേരള PSCയുടെ LDC LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഴയ സിലബസും പിന്നെ +2 ലെവൽ പ്രിലിമിനറി സിലബസും ചേർത്ത് വെച്ചിട്ട് നമ്മൾ മാത്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് കുറേ ടോപ്പിക് ചെയ്തതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അനു ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുക. പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്, അനു ബാങ്കിൽ നിക്ഷേപിച്ചൊരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ പലിശ നിരക്കാണ്. അപ്പോൾ ഇത്ര വർഷം കൊണ്ട് ബാങ്കിൽ നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നുവെങ്കിൽ പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ ഉണ്ട്, 100 ഹരിക്കണം എത്രയാണോ ഇയർ അത്. അപ്പോൾ 100 ഹരിക്കണം 8 എന്ന് വരും. അപ്പോൾ ഇതിനെ ചുരുക്കിയാൽ 4 കൊണ്ട് ചുരുക്കിയാൽ 4 25 100, 4 2 8, 25നെ 25/2 എന്ന് കിട്ടും. 25/2%. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് 13% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ല, 14% എന്നാണ് ഇവിടെ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഇത് രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഗുണിച്ച് നോക്കിയിട്ട് ഇതിനെ ഈ ഒരു ഇതിലോട്ട് മാറ്റിയാലും മതി. അപ്പോൾ 12 2 24 1 25%. 25/2%. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതും 25/2%. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ 25/2%. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുകയാണെങ്കിൽ, അതായത് കുറേ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കാം. അങ്ങനെ അല്ല എങ്കിൽ വേറൊരു വഴി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് ആ രീതിയിലും ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 5 വർഷം കൊണ്ട് നിക്ഷേപിക്കുന്ന തുക ഇരട്ടിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വർഷം തന്നിട്ടുണ്ട്, ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലിശ നിരക്ക് കണ്ടുപിടിക്കണം. 100 ഹരിക്കണം 5 കാണാം. 100 ഹരിക്കണം 5 20% ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് ക്ലാസ്സുകൾ കാണേണ്ടവർ എന്ത് ചെയ്യുക? അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, 15,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? അപ്പോൾ മുതൽ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, കാലയളവും തന്നിട്ടുണ്ട്. കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. 10% ചുരുക്കി 10 10 10 10 100. അപ്പോൾ ഇത് മുതൽ, ഇത് ഇൻട്രസ്റ്റ്. മുതൽ എമൗണ്ട്, മുതൽ 10 ആകുമ്പോൾ എമൗണ്ട് 11. റേഷ്യോ ആണ് 10:11. അടുത്തത് പിന്നെ 2 വർഷത്തേക്കുള്ളത് കൊണ്ട് വീണ്ടും 10:11. അപ്പോൾ മുതലിന് കറസ്പോണ്ടിങ് വാല്യൂ 10 10 100. മുതലിന് പ്രപ്പോർഷണൽ വാല്യൂ 10 10 100. എമൗണ്ടിന് പ്രപ്പോർഷണൽ വാല്യൂ 11 11 121. കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഡിഫറൻസ്, ഇത് മുതൽ, ഇത് എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 100ഉം 121 തമ്മിലുള്ള ഡിഫറൻസ് 21 ആണ്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രപ്പോർഷണൽ വാല്യൂ. ഇതിൻ്റെ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണം. മുതൽ 15,000 രൂപയാണ്. അപ്പോൾ 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 15,000. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എങ്ങനെയാണ്? 0 0 ക്യാൻസൽ ചെയ്താൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 150 രൂപ എന്ന് കിട്ടും. അപ്പോൾ 21ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ 21 21 ഗുണിക്കണം 150 കാണാം. 21 ഗുണിക്കണം 15 എത്രയായിരുന്നു? 21 ഗുണിക്കണം 15 എന്ത് വരും? 21 കൂട്ടണം 10 കൂട്ടണം 5 വരും. അപ്പോൾ 21 10 210, 21 5 1 5 5 2 5 10. ഒരു 0 ഇവിടെ ഉണ്ട്, അത് എഴുതി. 5 1 2 1 3 3150 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, കൂട്ടുപലിശ എന്ന് പറയുന്നത് 3150 രൂപ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. നാലാമത്തെ ചോദ്യം, ഒരാൾ 1000 രൂപ 8% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷത്തിന് ശേഷം അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? അപ്പോൾ മുതൽ 1000 രൂപ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%, 2 വർഷത്തേക്കാണ്. അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പലിശ നിരക്കിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ വേറെ എവിടെയും കൂട്ടുപലിശ എന്നോ അല്ലെങ്കിൽ സാധാരണ പലിശ എന്നൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ പലിശ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ പലിശ ആകുമ്പോൾ
എത്ര രൂപ തിരികെ കിട്ടുമെന്ന് ചോദിച്ചാൽ പലിശ അടക്കമുള്ള തുക. അപ്പോൾ 1000 എന്ന് പറയുന്നത് മുതലാണ്. അതിൻ്റെ കൂടെ 1000-ന് 8%, 2 വർഷത്തേക്ക് എത്ര പലിശ വരും അത്. അപ്പോൾ 1000 ഗുണിക്കണം 8% എന്ന് പറയുന്നത് 8/100. 8/100 ഗുണിക്കണം 2 കണ്ടാൽ നമുക്ക് പലിശ കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് മാത്രം നമുക്ക് ആദ്യം ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്തു. 18 18 2 18 82 160. അപ്പോൾ 1160 എന്ന് വരും. 1000 കൂട്ടണം 160 1160 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1260 രൂപ. തിരികെ കിട്ടുന്നത് 1260 രൂപയായിരിക്കും. അതായത് മുതലും അതിൻ്റെ കൂടെ പലിശയും ചേർത്തത്. മുതലും പലിശയും കൂടി ചേർന്നത് 1260 രൂപ. ക്വസ്റ്റ്യനിൽ കൂട്ടുപലിശ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുപലിശയിലാണ് കണക്കാക്കേണ്ടത്. ഇവിടെ പലിശ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സാധാരണ പലിശയായിട്ട് എടുത്തു. ഓക്കെ. 5-ാമത്തെ ചോദ്യം, 8000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ നൽകും? അതായത് 8000 രൂപയാണ് മുതൽ, 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടുപലിശ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുപലിശയിലാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നേരത്തെ കൂട്ടുപലിശ എന്ന് പറഞ്ഞിട്ടില്ല, സാധാരണ പലിശ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ എന്താണ് വരിക? അങ്ങനെ പറയുമ്പോൾ സാധാരണ പലിശയാണ് വരിക. ഇവിടെ കൂട്ടുപലിശ എന്ന് പ്രത്യേകം പറയുന്നതുകൊണ്ട് കൂട്ടുപലിശയാണ് വരിക. അപ്പോൾ തിരികെ നൽകുന്ന തുക എന്ന് പറഞ്ഞാൽ പലിശ അടക്കം കിട്ടുന്ന തുകയാണ്. 8000 രൂപയുടെ കൂടെ അതിൻ്റെ പലിശ കൂടി വരും. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. 10% ഇങ്ങനെ എഴുതുക. 10 കൊണ്ട് ചുരുക്കിയാൽ 1, 10 10 100. ഇത് മുതൽ, ഇത് ഇൻട്രസ്റ്റ്. മുതലും എമൗണ്ടും. അപ്പോൾ ആദ്യത്തെ 2 വർഷത്തേക്കാണ്. ആദ്യത്തെ വർഷം 10 ആണ് പലിശ, എമൗണ്ട് 11. രണ്ടാമത്തെ വർഷവും അങ്ങനെ തന്നെ 10 10 100, 11 11 121. ഇത് മുതലിന് പ്രപ്പോർഷണൽ വാല്യൂ, ഇത് എമൗണ്ടിന് പ്രപ്പോർഷണൽ വാല്യൂ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തുകയാണ്, അതായത് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 121-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. മുതലായിട്ടുള്ള 100-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 8000 രൂപയാണ്. അപ്പോൾ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 0 ക്യാൻസൽ ചെയ്താൽ 80 രൂപയാണ്. അപ്പോൾ 121-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ആകെ തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത്. അപ്പോൾ 121 ഗുണിക്കണം 80 കണ്ടാൽ മതി. 0 1 8 8 2 8 16 1 8 1 9. 9680 രൂപ ആണ് ആൻസർ കിട്ടും. 9680 രൂപ. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ആൻസർ. 6-ാമത്തെ ചോദ്യം, രാജൻ 5000 രൂപ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശ കണക്കാക്കുന്ന ആളിൽ നിന്ന് വായ്പയെടുത്തു. എന്നാൽ അജിത്ത് ഇതേ തുക ഇതേ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു. 2 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും പലിശയിലുള്ള വ്യത്യാസം എത്ര? അതായത് സംഭവം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 5000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് എത്രയോ പെർസെൻറ്റേജ് നിരക്കിൽ ഒരാൾ എന്ത് ചെയ്തു? വായ്പയെടുത്തു. അതേപോലെ തന്നെ മറ്റേയാൾ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ സെയിം രൂപയ്ക്ക് തന്നെ സെയിം വർഷത്തേക്ക് വായ്പയെടുത്തു. ഒരാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരാൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ പലിശയിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരേ മുതലിന് ഒരേ പലിശ നിരക്കിൽ ഒരേ വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. PR/100². പി എന്ന് പറയുന്നത് മുതൽ, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ രാജൻ 5000 രൂപ 6% നിരക്കിൽ ആണ്. 6% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശ കണക്കാക്കുന്ന ആളിൽ നിന്ന് വായ്പ എടുത്തുന്നതാണ്. ഈ 6% ഞാനിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പൂർത്തിയായി. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് രാജൻ സാധാരണ പലിശയിൽ വായ്പ എടുത്തു. അജിത്താണെങ്കിൽ ഇതേ നിരക്കിൽ തന്നെ കൂട്ടുപലിശയായിട്ട് വായ്പ എടുത്തു ബാങ്കിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും പലിശയുടെ വ്യത്യാസം, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ മുതലിന് ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരേ കാലയളവിലേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണ് P ഗുണിക്കണം R/100². അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. P എന്ന് പറയുന്ന മുതലാണ് 5000 രൂപ. 5000 ഗുണിക്കണം R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6. അപ്പോൾ 6/100 ഗുണിക്കണം 6/100 എന്ന് വരും. ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. 3 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി 5 1 5 5 2 10 2 1 2 2 3 6 6 3 18. ആൻസർ കിട്ടി 18 രൂപ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 18 രൂപ. 7-ാമത്തെ ചോദ്യം, 8% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 200 രൂപയാണ്. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? തന്നിരിക്കുന്ന എന്താണ്? 8% വാർഷിക നിരക്കിൽ, അതായത് നിരക്ക് 8% തുക തന്നിട്ടില്ല. അപ്പോൾ P എന്ന് എടുക്കാം. കാലയളവ് 2 വർഷം. സാധാരണ പലിശ, അങ്ങനെയുള്ള സാധാരണ പലിശ എന്ന് പറയുന്നത് 200 രൂപ. അതായത് P എന്ന മുതലിന് 8% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 200 രൂപ. അതായത് എങ്ങനെയാണ് നമ്മൾ എഴുതുക?
മുതലും കാലയളവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ അങ്ങ് ഗുണിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് 200 രൂപ തന്നിരിക്കുന്നത്. അതേ തുകയ്ക്ക്, അതായത് ഈ മുതലിന് അതേ നിരക്കിൽ, അതായത് ഈ ശതമാനം നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് മുതൽ കിട്ടണം. അപ്പോൾ എന്താണ് ചെയ്യുക? ഇത് ചുരുക്കിയിട്ട് മുതൽ കണ്ടുപിടിക്കണം. അപ്പോൾ 2 1 2, 2 100 200. ഇത് 4 കൊണ്ട് ചുരുക്കിയാൽ 4 2 8, 4 25 100. ഇതിനെ 2 1 2, 2 50 100. ഇനി നമുക്ക് പി സമം 25 ഗുണിക്കണം 50. 0 5 5 25, 5 2 10 2 12, 1250 രൂപ. ഇനി ഈ 1250 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8% പലിശ നിരക്ക്. നമുക്ക് പലിശ നിരക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. 4 കൊണ്ട് ചുരുക്കിയാൽ 4 2 8, 4 25 100. അപ്പോൾ മുതൽ 25, ഇൻട്രസ്റ്റ് 2. അപ്പോൾ മുതലും എമൗണ്ടും 25 27, 2 വർഷത്തേക്കാണ്. അപ്പോൾ 25 27 തന്നെ ഒന്നുകൂടി വരും. അപ്പോൾ ഇത് റേഷ്യോ ആണ്. തമ്മിൽ ഗുണിച്ചാൽ 25 25 625, 27 27. അപ്പോൾ 27 27 എത്രയാണ്? 27 27 729. അപ്പോൾ എപ്പോഴും എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഒരു 30 വരെയുള്ള സ്കോറൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്നാൽ ഗുണിച്ചു നോക്കേണ്ട അത്രയും സമയം ലാഭിക്കാം. അപ്പോൾ 27 27 729 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? എന്താണ് കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് മുതലിന് പ്രപ്പോർഷണൽ വാല്യൂ, ഇതാണെങ്കിൽ എമൗണ്ടിന് പ്രപ്പോർഷണൽ വാല്യൂ. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ കൂട്ടുപലിശ വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രപ്പോർഷണൽ വാല്യൂ. 5 4 9, 2 0 2 6 1 7. 104 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രപ്പോർഷണൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മുതൽ എന്ന് പറയുന്നത് 1250 രൂപയാണ്. അപ്പോൾ 625 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, 625 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 1250 രൂപ. അപ്പോൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2 ആണ്. 625 2 കൊണ്ട് ഗുണിച്ചാൽ 1250 കിട്ടും. 5 2 10, 2 2 4 1 5, 6 2 12. അപ്പോൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആകുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ 104 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 104 ഗുണിക്കണം 2, 4 2 8, 0 2 0, 1 2 2. അപ്പോൾ നമുക്ക് 208 രൂപ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത് 208 രൂപയാണ്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ആൻസർ. 8ാമത്തെ ചോദ്യം, 10% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ സുമ 8000 രൂപ നിക്ഷേപിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് സുമയ്ക്ക് ലഭിക്കുന്ന തുക എത്ര? അപ്പോൾ 8000 രൂപയാണ് മുതൽ, 10% പലിശ നിരക്ക്, ഒരു വർഷമാണ് കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ 10% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ സുമ 8000 രൂപ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിഞ്ഞ് സുമയ്ക്ക് ലഭിക്കുന്ന തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കൂട്ടുപലിശ എന്ന് പറയുന്നില്ല. അപ്പോൾ സാധാരണ പലിശയാണ് വരിക. ഒരു വർഷം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ്? തന്നിരിക്കുന്നതെല്ലാം തമ്മിൽ ഗുണിക്കുക. അപ്പോൾ നമുക്ക് പലിശ കിട്ടും. 8000 ഗുണിക്കണം 10/100. 1 എന്ന് പറയുമ്പോൾ ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ വരുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് ചുരുക്കിയാൽ 0 0 800 രൂപ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കിട്ടിയത് എന്താണ്? പലിശയാണ്. 800 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ചോദ്യം എന്താണ്? ലഭിക്കുന്ന തുക. അതായത് ഈ മുതലിൻ്റെ കൂടെ ഈ പലിശ കൂടി ചേർത്ത് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8800 രൂപയാണ് ഇവിടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഓപ്ഷനും ഇതാണ്. അപ്പോൾ അതിൽ ആൻസർ ഉണ്ടായിരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ശരിക്കും ആൻസർ വരുന്നത് എന്താണ്? മുതലും പലിശയും കൂടി ചേർത്തിട്ടുള്ള തുകയാണ് ആൻസർ വരേണ്ടത്, ആൻസർ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അതൊന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ വരുന്നത് 8800 രൂപയാണ്. 8800 രൂപ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തുക കണ്ടുപിടിക്കുന്നതിന് പകരം പലിശ കണ്ടുപിടിച്ച് ആൻസർ ചെയ്യും. ചില സമയത്ത് ഇതുപോലെയൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 ഓപ്ഷനും തെറ്റായതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ചില സ്ഥലത്ത് ചിലപ്പോൾ ഓരോ ഓപ്ഷൻ ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം നന്നായി ശ്രദ്ധിക്കുക. 9ാമത്തെ ചോദ്യം, 8% നിരക്കിൽ 30000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്ര? അപ്പോൾ ഇവിടെ പലിശ നിരക്ക് 8%, മുതൽ 30000 രൂപയാണ്. ഒരു മാസത്തെ പലിശയാണ് പറയുന്നത്. അപ്പോൾ മാസമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇയേഴ്സ് ആണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇയേഴ്സ് ആണ് തന്നതെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കാലയളവിൻ്റെ അടുത്ത് എത്രയാണോ ഇയേഴ്സ് തന്നിരിക്കുന്നത് അത് എഴുതും. മാസമാണ് തന്നിരിക്കുന്നതെങ്കിൽ മന്ത്സിൻ്റെ എണ്ണം എത്രയാണ് തന്നിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ 12 ചെയ്യും. അതുപോലെ ദിവസമാണ് തന്നിരിക്കുന്നതെങ്കിൽ എത്രയാണോ ഡേയ്സ് അത് ഡിവൈഡഡ് ബൈ 365 ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൂട്ടുപലിശ എന്നൊന്നും വരാത്തതുകൊണ്ട് തന്നെ സാധാരണ പലിശയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മന്ത്സ് എന്ന് പറയുമ്പോൾ ഒരു മാസമാണ്. അപ്പോൾ 1/12 ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് പലിശ കിട്ടും. അപ്പോൾ 30000 ഗുണിക്കണം
30,000 ഗുണിക്കണം 8% പലിശ ഗുണിക്കണം എത്രയാണോ ഇയർ. അപ്പോൾ അത് മാസത്തിൽ തന്നതുകൊണ്ട് മാസത്തിൻ്റെ എണ്ണത്തിനെ എന്ത് ചെയ്യണം, 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുക, സീറോസ്. ഇതിനെ 4 കൊണ്ട് ചുരുക്കിയാൽ 4 2 8, ഇവിടെ 3. 3 കൊണ്ട് ചുരുക്കിയാൽ 3 1 3, 3 100, 300. അപ്പോൾ ഇത് ഗുണിച്ചാൽ എന്ത് കിട്ടും, 200 രൂപ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 200 രൂപ. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ആൻസർ. 10ാമത്തെ ചോദ്യം, 2500 രൂപയ്ക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എത്ര? അപ്പോൾ മുതൽ എന്ന് പറയുന്നത് 2500 രൂപ, പലിശ നിരക്ക് 8%, 2 വർഷമാണ് കാലയളവ്. പലിശ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ സാധാരണ പലിശയാണ്. അപ്പോൾ തന്നിരിക്കുന്നതെല്ലാം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് പലിശ കിട്ടും. 2500 ഗുണിക്കണം ശതമാനം എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 100 എഴുതണം. അപ്പോൾ 8/100 ഗുണിക്കണം 2. സീറോസ് ക്യാൻസൽ ചെയ്തു. 25 2 50 വരും. 58 400 രൂപ വരും. അപ്പോൾ നമ്മുടെ ആൻസർ 400 രൂപ. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നീ ടോപ്പിക്കിൽ നിന്നും കേരള PSCയിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു.